നമസ്കാരം. നമസ്കാരം. മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടിയാണ് ലക്ഷ്മിപ്രിയ. ബിഗ് ബോസ് മലയാളം സീസൺ 4 ലക്ഷ്മിപ്രിയയെ പ്രേക്ഷകർക്ക് അടുത്തറിയാൻ തുടങ്ങി തന്നെ. മാത്രമല്ല ഗ്രാൻഡ് ഫിനാലെ വരെ സ്റ്റേജ് വരെ എത്തിയ ആ സീസണിലെ തേർഡ് റണ്ണറപ്പ് ആയിരുന്നു നമ്മുടെ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്നത്. പലപ്പോഴും നടിയുടെ വിശേഷങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയാവാറുണ്ട്. ഇപ്പൊ ബിഗ് ബോസിൽ വന്നതിലൂടെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പൊ സീസൺ 4 മാറ്റിവെച്ച മത്സരാർത്ഥികൾ ലക്ഷ്മിപ്രിയയാണ് ഏറ്റവും കൂടുതൽ വൈറൽ കണ്ടന്റുകൾ സൃഷ്ടിച്ച ഒരാൾ എന്ന് പറയുന്നത്. അപ്പൊ മാത്രമല്ല എപ്പോഴും തന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഒരു മടിയും കൂടാതെ സോഷ്യൽ മീഡിയകളിൽ പറയാറുണ്ട്. പിന്നെ ട്രോളുകളും നടിക്ക് നന്നായിട്ട് വരാറുണ്ട്. മാത്രമല്ല ഇപ്പൊ വിവാഹത്തിന് ശേഷം മതം മാറിയ കാര്യങ്ങളും ഒക്കെ താരം തന്നെ പങ്കുവെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ലക്ഷ്മിപ്രിയ. ഇപ്പോ എഴുത്തുകാരി കൂടിയായ ലക്ഷ്മിപ്രിയ ഇപ്പോ ഒരു കറന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം മാറിയിരിക്കുന്നത്. സമകാലിക വിഷയങ്ങളിൽ തന്റേതായ അഭിപ്രായം പറഞ്ഞ് രംഗത്തെത്താറുള്ള ഒരാളാണ്. അവയെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ വിവാദങ്ങൾക്കും വഴിവെക്കുന്നു ഒരു തലത്തിലേക്ക്. ഇപ്പോഴും തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വലിയൊരു ചർച്ചയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. കാരണം ലക്ഷ്മിപ്രിയയും ഭർത്താവും ജയേഷും വേർപിരിയുന്നെന്ന് അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ഒരു കുറിപ്പിലൂടെ ഒരു സ്ക്രീൻഷോട്ട് പങ്കുവെച്ച് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മിപ്രിയയുടെ. അപ്പോ അതിന് പറയുന്നത് ഇരുവരും പിരിയുകയാണ് എന്നാണ്. പക്ഷെ ഇപ്പോഴും ആ ഒരു പോസ്റ്റില് ലക്ഷ്മിപ്രിയ ആ ഒരു പോസ്റ്റ് വൈറലായതിനു ശേഷം നീക്കം ചെയ്തു. പക്ഷെ ഇപ്പോഴും അതിനെതിരെ ഒരുപാട് വിമർശനങ്ങളും അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയയില് പോസ്റ്റുകളും വാർത്തകളും വരുമ്പോഴും ലക്ഷ്മിപ്രിയ ഇതുവരെയും അതിനോട് പ്രതികരിച്ചിട്ടില്ല. ലക്ഷ്മിപ്രിയ പറഞ്ഞ പോസ്റ്റില് ഇങ്ങനെയായിരുന്നു: തെറ്റുകളും കുറ്റങ്ങളും തന്റേതാണെന്നും ആയതിനാൽ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതത്തിൽ നിന്നും താൻ പിൻവാങ്ങുകയാണെന്നായിരുന്നു ആ ഒരു വൈറൽ കുറിപ്പില് ലക്ഷ്മിപ്രിയ എഴുതിയിരുന്നത്. ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 40കളുടെ തുടക്കത്തിൽ ജീവിതം എത്തി നിൽക്കുന്ന ഈ വേളയിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വന്നിരുന്നു. പലവട്ടം ആലോചിച്ച് ഉറപ്പിച്ച എന്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുകയാണ്. കുടുംബവിശേഷങ്ങൾ ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അമിതമായി പങ്കുവയ്ക്കാറില്ല. ജീവിതം അതിന്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് അതിന്റെ ഭംഗി എന്നാണ് എന്റെ വിശ്വാസം. 22 വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത്. ഇത് കൗമാരം മുതൽ ഈ വയസ്സ് വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ്, എല്ലാം എന്റെ പ്രശ്നമാണ്. ആയതിനാൽ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു. ആരംഭത്തിന് എല്ലാം അവസാനമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരുന്നു. അതുകൊണ്ട് ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതിരിക്കുക. ആ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി, അത് മാത്രമാണ് കാരണം. ഞങ്ങളുടെ സ്വകാര്യത, മക്കൾ, ഇതൊക്കെ മാനിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്നായിരുന്നു കുറിപ്പില് ലക്ഷ്മിപ്രിയ പറഞ്ഞിരുന്നത്. പക്ഷെ ഈ ഒരു കുറിപ്പ് വൈറലായതിനു ശേഷം ഏറ്റവും കൂടുതലും കണക്ട് ചെയ്ത് സംസാരിക്കുന്നത് ബിഗ് ബോസിനെ പറ്റി തന്നെയാണ്. ബിഗ് ബോസിലെ അത് തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട്. അപ്പോ ലക്ഷ്മിപ്രിയ ഒരു പോസ്റ്റ് പങ്കുവെച്ചു. ഒരു ഡിവോഴ്സിന്റെ വക്കിലാണ് താരങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. സത്യത്തിൽ ഈ ഡിവോഴ്സ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇനി അത് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുക. അതുകൊണ്ട് നമുക്കത് അടച്ച് ഒരു ഡിവോഴ്സ് എന്ന് പറയാൻ അല്ലെങ്കിൽ വിവാഹമോചനം എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും പറയേണ്ടതായിട്ട് ഒരു കാരണമുണ്ട്. ഇപ്പോ ലക്ഷ്മിപ്രിയ ജയേഷ് ദാമ്പത്യമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അതിന് വേറൊരു കാരണം കൂടി ഇതിലേക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ആതിര പറഞ്ഞതുപോലെ വരുന്നുണ്ട്. ബിഗ് ബോസ് ആണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം. കാരണം ബിഗ് ബോസ് ഷോ ഒരു മാൻഡ്രാക്ക് ആണോ എന്നാണ് ഒരു പ്രേക്ഷകർ ചോദിക്കുന്നത്. കാരണം ഷോയിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ശേഷമാണ് നടിയും അവതാരകയുമായ ആര്യയ്ക്ക് തന്റെ പ്രണയം നഷ്ടമായത് തന്നെ. അതുപോലെ തന്നെ ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷമാണ് നടി വീണ നായരും ഭർത്താവും വേർപിരിഞ്ഞത്. സീസൺ 6 മത്സരിച്ച അപ്സരയും ഭർത്താവും ആൽബിയും അകന്നു എന്ന വാർത്തകളും റിപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ബിഗ് ബോസിന് ശേഷമായിരുന്നു. 2005 ലക്ഷ്മിപ്രിയയുടെയും ജയേഷിന്റെയും വിവാഹം. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു. ഇരുവർക്കും ഒരു മകളുണ്ട്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ലക്ഷ്മിപ്രിയ ജയേഷിന്റെ ജീവിതത്തിന്റെ ഭാഗമായതോടെ ഹിന്ദുമതം സ്വീകരിച്ചു. സംഗീതജ്ഞനായ പണക്കാട് പുരുഷോത്തമന്റെ മകനാണ് ലക്ഷ്മിയുടെ ഭർത്താവായ ജയേഷ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കെ എന്തുകൊണ്ടായിരിക്കും ഇപ്പോ ആ ഒരു വലിയൊരു ഇത്ര 22 വർഷത്തെ പ്രണയ ജീവിതമായിരുന്നു.
അതിനുശേഷം മതം മാറുന്നു, എല്ലാം സഹിക്കുന്നു. ഇപ്പൊ ആ മതം മാറിയ സമയത്തുള്ള വിവാദങ്ങൾ ഇപ്പം നമുക്ക് നന്നായിട്ട് അറിയാം. ലക്ഷ്മിപ്രിയയുടെ ഒപ്പം ബാക്ക് ബോൺ ആയിട്ട് തന്നെ ജയേഷ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ ഒരു വേർപിരിയിലേക്ക് കടന്നു എന്നുള്ളത് സംശയമാണ്. കാരണം ഇത്രയും ഇപ്പൊ ഈ ഷോയിൽ പങ്കെടുത്ത ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്ത നിരവധി താരങ്ങളുടെ ജീവിതം വെള്ളത്തിലായ ഒരു മട്ടിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എടുത്തു പറയേണ്ട ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വീണ നായരുടെ. കാരണം അത്രത്തോളം വീണയും ഭർത്താവും അത്രത്തോളം നല്ലൊരു ബന്ധമായിരുന്നു, ഒരു പ്രശ്നങ്ങളും ഇല്ല. അവർ അത്രത്തോളം സ്നേഹത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ബിഗ് ബോസിൽ എത്തിയതിനു ശേഷം വീണയുടെ ചില വെളിപ്പെടുത്തലുകളാണ് ഈ വീണയുടെയും ഭർത്താവിന്റെയും വേർപിരിയലിന് കാരണമെന്ന് ഇപ്പോഴും ചർച്ചയായിട്ടുണ്ട്. അവര് നിയമപരമായിട്ട് വേർപിരിഞ്ഞു. ഇപ്പോ വീണയും വീണയുടെ മകനും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അപ്പോ ആ ബിഗ് ബോസിൽ പോയത് വരെ ഒരു പ്രശ്നവുമില്ല, ബിഗ് ബോസിൽ പോകുന്നത് വരെ ഒരു പ്രശ്നവുമില്ല. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം തന്റെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന സെഗ്മെന്റില് വീണ പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായതും തന്റെ ജീവിതം തകരാൻ കാരണമായതെന്നും പറയുന്നുണ്ട്. എന്തായിരിക്കും ഏറ്റവും കൂടുതൽ പറയേണ്ടതും ലക്ഷ്മിപ്രിയ എന്ന് പറയുമ്പോൾ തന്റെ ഭർത്താവുമായിട്ട് അത്രത്തോളം ഇതുവരെയും ലക്ഷ്മി അവര് തമ്മിൽ ഒരു പ്രശ്നമുണ്ടെന്നോ രീതിയിലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല. ഒരുമിച്ചുള്ള ചിത്രങ്ങളും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതെല്ലാം അറിയായിരുന്നു. പിന്നെ അടുത്തിടെ ഒരു ഷോയിൽ നിന്നുള്ള ചില ഓർമ്മകൾ ലക്ഷ്മിപ്രിയ പങ്കുവെച്ച് വാർത്തയായിട്ടുണ്ടായിരുന്നു. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുന്ന സമയത്ത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം താൻ ഇപ്പോഴും സൗഹൃദം തുടരുന്നത് റോബിൻ രാധാകൃഷ്ണനും ആയിട്ടാണെന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുണ്ട്. കോണ്ടാക്റ്റിലുള്ളത് റോബിൻ മാത്രമാണ്, വേറെ ആരുമായി കോണ്ടാക്ട് ഇല്ല, വേണ്ടെന്ന് ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അറിയാലോ, കണ്ടന്റ് അത്രയും ഉണ്ടാക്കിയ ആളെ ലക്ഷ്മി തന്നെയായിരുന്നു. പക്ഷെ ആ കണ്ടന്റ് അതെന്തുകൊണ്ടാണ് ഒരു വേർപിരിയലിലേക്ക് പോയത് എന്ന് സംശയമാണ്. പിന്നെ മാത്രമല്ല, സാധാരണ ഇപ്പോ ലക്ഷ്മി പറയുന്നത്, സാധാരണ ഞാൻ ഒരു ചെറിയ യാത്ര പോയാൽ പോലും കുറെ സൗഹൃദങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും, അവിടെ കോണ്ടാക്ട് നമ്പർ മേടിച്ച് മെസ്സേജ് ചെയ്യും. പക്ഷെ എന്റെ ഭർത്താവിന് ഇപ്പോഴും അതിശയമുള്ള കാര്യമാണ് ഇങ്ങനെ 100 ദിവസം നിന്ന സ്ഥലത്ത് നിന്ന് റോബിനെ മാത്രം പിക്ക് ചെയ്ത് ഞാൻ വന്നു എന്നത്. കണ്ടതെല്ലാം പൊയ്മുഖങ്ങളായിരിക്കും അതിന് കാരണമെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ഞാൻ ഒറ്റ എപ്പിസോഡും കണ്ടിട്ടില്ല എന്നും ലക്ഷ്മി പറയുന്നുണ്ട്. ആര്യ, വീണ എന്നിവരുടെയൊക്കെ ചെറിയ ക്ലിപ്പുകൾ അല്ലാതെ ഞാൻ ഒറ്റ എപ്പിസോഡും കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് എന്ന ഷോ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഷോയിലേക്ക് കടന്നു വരുന്നത്. സീസൺ 1 മുതൽ എനിക്ക് കോൾ ഉണ്ട്. ഏഷ്യാനെറ്റ് ആണ് തന്റെ വളർത്തമ്മ. 18 വയസ്സ് തൊട്ട് തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഏഷ്യാനെറ്റുള്ളവരെന്നാണ് ലക്ഷ്മി പറഞ്ഞത്. ഇപ്പോ അത്രയും ഇപ്പൊ ലക്ഷ്മി ഒരു പക്ക എങ്ങനെയാണ് നമ്മൾ കാണുന്ന ലക്ഷ്മി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബിഗ് ബോസിൽ വന്നപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് അത് മാത്രമല്ല ഇപ്പം ലക്ഷ്മിയുടെ കാര്യം എന്ന് പറയുമ്പോൾ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ പറഞ്ഞതുപോലെ ശരിയാണ്, ബിഗ് ബോസിലെ ഓരോ കണ്ടന്റ് ആണെങ്കിലും ഓരോ കാര്യങ്ങളും ലക്ഷ്മിയുടെ ഓരോ ക്ലിപ്പുകളും വൈറലായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ആ ഒരു ബിഗ് ബോസ് അവസാന സീസണിൽ, അതായത് ആ ഒരു ടൈമില് ലക്ഷ്മി ഔട്ടായ ആ ഒരു സീസൺ, ആ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ വൈറലായതാണ്. അവിടെ ലക്ഷ്മി ഔട്ടായതെന്ന് പറയുമ്പോൾ ഒരു ബുള്ളറ്റ് ബൈക്കിൽ ഇരുത്തി ലക്ഷ്മിയെ കൊണ്ടുപോകുന്ന, അതായിരുന്നു ലക്ഷ്മിയുടെ ലക്ഷ്മി ഔട്ടായ ഒരു സംഭവം എന്ന് പറയുമ്പോൾ. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ലക്ഷ്മി ഈ ബൈക്കിൽ പോകുന്ന ടൈമിൽ തിരിഞ്ഞു നോക്കി എന്തോ ഒരു തനിക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെ എന്തോ ഒരു രീതിയിൽ ലക്ഷ്മി തിരിഞ്ഞു നോക്കി പോകുന്നത് കണ്ടു. അതിനെതിരെ ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചു ദിവസം മുമ്പ് ഇതേപോലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തില് ഇതേപോലെ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തുകൊണ്ടാണ് ഈ ബിഗ് ബോസിൽ നിന്നും ഔട്ടായ സമയത്ത് ഞാൻ അങ്ങനെ നോക്കി പോയത് എന്തുകൊണ്ടാണ് എന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്റെ മകളെയും ഇപ്പൊ അറിയാം 100 ദിവസം അവിടെ ആ ഒരു 100 ദിവസം തന്റെ കുടുംബത്തെ എല്ലാവരെയും വിട്ടു നിന്നത്, ഫോണില്ല, സമയം എത്രയായാലും ഒന്നും അറിയാൻ പറ്റത്തില്ല നമുക്ക്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്റെ മകളെ താൻ ഒരുപാട് മിസ് ചെയ്യുമായിരുന്നു. അപ്പൊ തന്റെ മകളെ പോലെ താൻ കണ്ട ഒരു കുഞ്ഞു ചെടി ഉണ്ടായിരുന്നു അവിടെ. ആ മകളെ പോലെ ഞാൻ ആ ചെടിക്ക് ഡെയിലി വെള്ളം ഒഴിക്കും, ആ ചെടിയെ വളർത്തിക്കൊണ്ട് വന്നതാണ്. അപ്പോ തന്റെ അപ്പോ ആ സമയത്ത് ബിഗ് ബോസിൽ നിന്നും പോകുന്ന സമയത്ത് ലാലേട്ടൻ പറഞ്ഞ കുറച്ച് വാക്കുകൾ ഉണ്ടായിരുന്നു. ഈ ഷോ അവസാനിച്ചതിന് ശേഷം ഈ ഒരു വീട് മുഴുവൻ പൊളിക്കും, അപ്പോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാം, ഓരോരുത്തരും ഓരോ സാധനങ്ങൾ, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞപ്പോഴും ലക്ഷ്മി മനസ്സിൽ കരുതിയിരുന്നത് തന്റെ മകളെ പോലെ താൻ നട്ടു വളർത്തി ആ ഒരു ചെടി എടുത്തുകൊണ്ട് പോകുമെന്നാണ്. അപ്പോ അന്ന് ലക്ഷ്മി പറഞ്ഞ കാര്യം അത് തന്നെയാണ്. എനിക്ക് ആ ഔട്ടായി പോയ സമയത്ത് അവസാനമായിട്ട് എനിക്ക് ആ ഒരു ചെടി ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. ലാലേട്ടന്റെ വാക്കുകൾ തന്നെയാണ്. അവിടെ അത്രേ ദിവസം നിന്നപ്പോ എന്റെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ പിറകു തിരിഞ്ഞ് നോക്കി പോയതെന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ ഒരുപാട് വിമർശനങ്ങൾക്ക്, ഒരുപാട് ട്രോളുകൾക്ക് കാരണമായി.
അത് മാത്രമല്ല, നേരത്തെ തന്റെ ജീവിതത്തെ കുറിച്ച് ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ വെക്കേഷൻ സമയത്ത് നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങിയ ആളാണ്. ആ നാടക നടിയായി മാറി. പിന്നെ 230 രൂപയായിരുന്നു ലക്ഷ്മിക്ക് ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലും 2 പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്റെ ശമ്പളം എന്ന് പറയുന്നത് 460 രൂപയാണ്. 60 രൂപ ഞാൻ എടുത്തിട്ട് ബാക്കി 400 രൂപ എന്റെ കുടുംബത്തിലെ കടം തീർക്കാൻ ചിട്ടി കൂടുകയും ഒത്തിരി കാശായപ്പോൾ അതുകൊണ്ട് എന്റെ 16ാം വയസ്സിൽ കടം വാങ്ങിയിട്ടുണ്ട്, കടം വീട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്നത്. അതായത് ജീവിതത്തെ അത്രയും സീരിയസ് ആയിട്ട് കണ്ടിരുന്ന ഒരു പേഴ്സൺ ആണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ, ഒരുപാട് നാടകങ്ങൾ ചെയ്തു. പിന്നീട് സിനിമയിലേക്ക് വന്നു. പിന്നെ മകളായ മാധുവിനായി നമ്മൾ കാശൊക്കെ ശരിയാക്കി വെച്ചിരുന്നു. പക്ഷെ 50ഓളം ദിവസം NICUവിൽ തന്നെ മധുവിനായി വെച്ചിരിക്കേണ്ടി വന്നു. അപ്പോ എന്റെ ട്രീറ്റ്മെന്റ് കൂടി ചേർത്ത് വലിയൊരു തുകയായിരുന്നു. ആ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്നും തിരിച്ചു വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ജയശേട്ടന് കാർ അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 60,000 രൂപ മാത്രമായിരുന്നു തന്റെ ബാഗിൽ ബാലൻസ് ആയിട്ടുണ്ടായിരുന്നത്. വെന്റിലേറ്റർ സഹായത്തോടെ കഴിയുന്ന അദ്ദേഹത്തെ ഈ കാശ് കൊണ്ട് എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എനിക്കറിയില്ല എന്നുള്ള സാഹചര്യം. അതായത് ഭർത്താവിനും കുട്ടിക്കും വേണ്ടിയിട്ട് അത്രത്തോളം കഷ്ടപ്പെട്ടുള്ള ഒരാളാണ് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്നത്. പൊതുവെ നമ്മുടെ പല താരങ്ങളും ഇന്ന് മലയാള സിനിമയിലാണ്. ഒരുപാട് നടിമാരുണ്ട്. പക്ഷെ അവരുടെ ജീവിത രീതി എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. നമ്മൾ കാണുന്ന സമയത്ത് അവർ വലിയ അതാണ്. പക്ഷെ അവരുടേതായ ജീവിതശൈലി മറ്റൊരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ ആ സാഹചര്യത്തിലും കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അങ്ങനെ അത്തരത്തിൽ നോക്കുമ്പോൾ കുടുംബം അത്രത്തോളം ചേർത്ത് പിടിച്ച ഏതൊരു വേദിയിലും ലക്ഷ്മിപ്രിയ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഭർത്താവിനെയും മകളെ കുറിച്ചും പറയുന്നത് നമുക്ക് കേൾക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു കുടുംബം വീണ്ടും വേർപിരിയുന്നു എന്നുള്ള ഒരു വാർത്ത വരുമ്പോൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. കാരണം അത് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് എന്താ ബിഗ് ബോസിന്റെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. മാൻഡ്രാക്ക് ആണോ എന്നുള്ള നേരത്തെ ചോദ്യത്തെ പോലെ തന്നെ അങ്ങനെ ഒരു രീതിയിലേക്ക് കടക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. അത് മാത്രമല്ല, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേരുടെ വിവാഹ ബന്ധം വേർപ്പെടുത്തേണ്ട അവസ്ഥ വന്നു. ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട അവസ്ഥയും വന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും ലക്ഷ്മിപ്രിയ ഇപ്പൊ പറയുന്നത് പോലെ തന്നെ ലക്ഷ്മിപ്രിയ വേർപിരിയേണ്ട അവസ്ഥയിലാണോ, അതോ എന്തെങ്കിലും വേറെ? പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ലക്ഷ്മിപ്രിയ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവെച്ചത്. അങ്ങനെ പിന്നെ നമുക്ക് ഒരിക്കലും ലക്ഷ്മിപ്രിയ ഫേക്ക് ന്യൂസ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ചോദ്യചിഹ്നത്തിൽ. അത് മാത്രമല്ല, ഇപ്പൊ ലക്ഷ്മിപ്രിയ അത് പങ്കുവെച്ചു. അത് മാത്രമല്ല, വിവിധ വിഷയങ്ങളിൽ തന്റെ അഭിപ്രായങ്ങളും രാഷ്ട്രീയ നിലപാടുകളും സാമൂഹ്യ മാധ്യമങ്ങളോട് തുറന്നു പറയാൻ ലക്ഷ്മിപ്രിയ പലപ്പോഴും മടിക്കാറില്ല. അങ്ങനെ ഒരാള് തന്റെ താരത്തെ ചുറ്റിപ്പറ്റുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ ഉണ്ടായ ആ ഒരു തീരുമാനം, ആ ഒരു കടുത്ത തീരുമാനം എന്ന് തന്നെ പറയേണ്ടി വരും. ആ തീരുമാനത്തെ ജനങ്ങളുമായി പങ്കുവെക്കുകയും തന്റെ സ്വകാര്യത സൂക്ഷിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ലക്ഷ്മിപ്രിയ ആ പോസ്റ്റ് പിൻവലിക്കുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇനി ലക്ഷ്മിപ്രിയ തന്നെ മുന്നോട്ട് വരും. കാരണം ഇത്രയും വാർത്തയായ സാഹചര്യത്തിൽ ലക്ഷ്മിപ്രിയ തന്നെ അതിനൊരു ഉത്തരവുമായി മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിനൊരു തീർച്ചയായിട്ടും ഒരു ഉത്തരം നമുക്ക് എന്തായാലും വേണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. നന്ദി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.